അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം 2025 വാർഷിക പരീക്ഷയുടെ ആൻസർ കീയാണ്. പേപ്പർ 2. ഇതിനു മുമ്പ് പേപ്പർ 1ൻ്റെ എല്ലാ ആൻസേഴ്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറുടെ സിലബസ് 11 മുതൽ 20 വരെയുള്ള പാഠമാണ്. കൂട്ടുകാർ പാഠം നല്ലവണ്ണം വായിച്ചിരിക്കുക. അപ്പോഴാണ് എക്സാമിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. മുസ്ലിം ആയതിന്റെ പേരിൽ കടുത്ത പീഡനങ്ങൾ ഏറ്റ ഒരു സ്വഹാബി. ഓപ്ഷൻസ്: ബിലാൽ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ശരിയുത്തരം ബിലാൽ റളിയല്ലാഹു അൻഹു. 2. അല്ലാഹു തആല ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവെച്ച റഹ്മത്ത്. ഓപ്ഷൻസ്: 1, 100, 99. ശരിയുത്തരം 99. 3. ഹജ്ജത്തുൽ വദാ നടന്ന ഹിജ്റ വർഷം. ഓപ്ഷൻസ്: 10, 11, 12. ശരിയുത്തരം 10. 4. ഒരു മാസത്തെ സഞ്ചാര ദൈർഘ്യമാണ് അതിൻ്റെ വിസ്തൃതി. ഓപ്ഷൻസ്: സ്വർഗം, നരകം, ഹൗദുൽ കൗസർ. ശരിയുത്തരം ഹൗദുൽ കൗസർ. 5. വമാ യുദ്രീക യൂനുസു ഇബ്നു മത്താ. ഇത് ചോദിച്ചത്. ഓപ്ഷൻസ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദാസ് റളിയല്ലാഹു അൻഹു, റബീഅ റളിയല്ലാഹു അൻഹു. ശരിയുത്തരം അദ്ദാസ് റളിയല്ലാഹു അൻഹു. 6. എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഓപ്ഷൻസ്: അൽ ഹയ്യ്, അൽ ഖയ്യൂം, അൽ അലീം. ശരിയുത്തരം അൽ ഖയ്യൂം. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. അദ്ദാസ് റളിയല്ലാഹു അൻഹു. 8. അബൂബക്കർ റളിയല്ലാഹു അൻഹു. 9. ഫാത്തിമ റളിയല്ലാഹു അൻഹ. 10. ആയിഷ റളിയല്ലാഹു അൻഹ. 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പുറത്ത് നോക്കൂ. എ. തിബ്ത ഹയ്യം വ മയ്യിതാ. ബി. ഇദ്ഹബു അൻതുമുത് തുലഖാ. സി. അന റജുലുൻ മിൻ അഹ്ലി നീനവ. ഡി. വകർബ അബാഹ്. ഇ. സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കില്ലേ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതാം. 7. അദ്ദാസ് റളിയല്ലാഹു അൻഹു. അതിന് ശരിയുത്തരം ഓപ്ഷൻ സി, അന റജുലുൻ മിൻ അഹ്ലി നീനവ. 8. അബൂബക്കർ റളിയല്ലാഹു അൻഹു. ശരിയുത്തരം എ, തിബ്ത ഹയ്യം വ മയ്യിതാ. 9. ഫാത്തിമ റളിയല്ലാഹു അൻഹ. ശരിയുത്തരം ഡി, വകർബ അബാഹ്. 10. ആയിഷ റളിയല്ലാഹു അൻഹ. ശരിയുത്തരം ഇ, സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കില്ലേ. 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയുത്തരം ബി, ഇദ്ഹബു അൻതുമുത് തുലഖാ. സി എ ഡി ഇ ബി. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. വിചാരണയ്ക്ക് ശേഷം ഡാഷ് മീസാനിൽ തൂക്കും. അവരിൽ പൂരിപ്പിക്കേണ്ടത് അമലുകൾ. വിചാരണയ്ക്ക് ശേഷം അമലുകൾ മീസാനിൽ തൂക്കും. 13. ഹുദൈബിയ്യ സന്ധി നടന്നത് ഹിജ്റ ഡാഷാം വർഷം. അവരിൽ പൂരിപ്പിക്കേണ്ടത് 6. ഹുദൈബിയ്യ സന്ധി നടന്നത് ഹിജ്റ 6 വർഷം. 14. ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടത് ഡാഷ്കാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് മാതാപിതാക്കൾക്ക്. ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടത് മാതാപിതാക്കൾക്കാണ്. 15. ഹജ്ജത്തുൽ വദാഇൽ ഡാഷിൽ പരം സ്വഹാബികൾ പങ്കെടുത്തു. അവരിൽ പൂരിപ്പിക്കേണ്ടത് ലക്ഷത്തിൽ. ഹജ്ജത്തുൽ വദാഇൽ ലക്ഷത്തിൽ പരം സ്വഹാബികൾ പങ്കെടുത്തു. 16. മഹ്ശറിലെ ഒരു ദിവസത്തിന് ഡാഷ് വർഷത്തിന്റെ ദൈർഘ്യമാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് 50,000. മഹ്ശറിൽ ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. 17. അമ്പിയാക്കൾ ഡാഷ് ഇല്ലാതെ സ്വർഗത്തിൽ കടക്കും. അവരിൽ പൂരിപ്പിക്കേണ്ടത് ഹിസാബ്. അമ്പിയാക്കൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. ഇസ്ലാമിന്റെ ജീവനും നെടും തൂണുമാണ് എന്ത്? ഉത്തരം അറിവ്. 19. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസമേത്? ഉത്തരം തിങ്കളാഴ്ച. 20. ഫത്ഹ് മക്ക നടന്ന ഹിജ്റ വർഷം ഏത്? ഉത്തരം ഹിജ്റ 8. 21. തൂങ്ങിയുറക്കം എന്നതിന്റെ അറബി പദം. ഉത്തരം സിന. 22. ഏത് ഭരണാധികാരിക്ക് അർഷിന്റെ തണൽ ലഭിക്കും? ഉത്തരം നീതിമാനായ. 23. ശർഈയായ ഇൽമു പഠിക്കുന്നതിന്റെ വിധി എന്ത്? ഉത്തരം നിർബന്ധം.
അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം: ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്ത് ഉച്ചത്തിൽ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവനെ കൊന്നുകളയും. 25. ഫത്ഹ് മക്ക ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളോട് ചോദിച്ചതെന്ത്? ഉത്തരം: നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളോട് ചോദിച്ചത്. 26. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ചൊല്ലി മുന്തിരി കഴിച്ചപ്പോൾ അബ്ബാസ് പറഞ്ഞതെന്ത്? ഉത്തരം: അല്ലാഹുവാണ് സത്യം, ഈ സംസാരം ഈ നാട്ടുകാർ പറയാറില്ല. 27. മഹ്ശരിൽ ആരും ആരെയും ഓർക്കാത്ത ഒരു അവസരം. ഉത്തരം: മീസാൻ ഘനം തൂങ്ങുമോ കുറയുമോ എന്നറിയുന്നതുവരെ. 28. അനാഥകളെ സംരക്ഷിക്കുന്നവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്നതായിരുന്നു. 29. ദരിദ്രരായ മുഹാജിറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതെന്ത്? ഉത്തരം: എല്ലാ നിസ്കാരത്തിനു ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ 33 പ്രാവശ്യം ചൊല്ലുക. 30. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നു എവിടെ? ഉത്തരം: മസ്ജിദുൻ നബവിയിൽ പച്ച കുബ്ബയ്ക്ക് താഴെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. ഇൽമിന്റെ മഹത്വം. ഇൽമിന്റെ മഹത്വം എന്ന് ഹെഡിങ് കൊടുക്കുക. മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായതാണ് ഇൽമ്. ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഉന്നതനാക്കിയത് അറിവ് നൽകിയാണ്. ലോകത്ത് വിജയം നേടാൻ അറിവ് ആവശ്യമാണ്. പരലോകത്ത് വിജയിക്കാനും അറിവ് വേണം. അല്ലാഹു തആലാവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ അറിവ് വേണം. അറിവില്ലാതെ ഹലാലും ഹറാമും വേർതിരിച്ചറിയാൻ കഴിയില്ല. അതിനാൽ ശർഈയായ ഇൽമു നേടൽ വാജിബാണ്. അറിവ് ഇസ്ലാമിന്റെ ജീവനാണ്, ദീനിന്റെ നെടും തൂണുമാണ്. അറിവ് തേടി പുറപ്പെട്ടവന് അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.